ഞാനിപ്പോൾ കറന്റ്ലി നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഫ്രണ്ടിലായിട്ടാണ്. എന്റെ കൂടെ നിൽക്കുന്നത് 2023 അക്കാഡമിക് ഇയറിൽ ഫർഗാനയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ്. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഒരു കോളേജാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവരുടെ ഹോസ്റ്റല്, ക്ലാസ് റൂംസ്, ദെൻ ഇവരുടെ കോളേജ്, എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് കാണാനായിട്ട് പോവാണ്. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന് ടോട്ടലായിട്ട് 2 ക്യാമ്പസുകൾ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാമ്പസും പിന്നെ വരുന്നത് 9th ബേസും. നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ 9th ബേസ് ആണ്. വളരെ ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ഈ ഒരു ക്യാമ്പസിലാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സസിന്റെ ഒരു 60% നടക്കുന്നത്. അത് കൂടാണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഹോസ്റ്റലും അത് കൂടാണ്ട് ഹോസ്റ്റലിലെ റൂംസ്, ദെൻ ഹോസ്റ്റലിലുള്ള അതർ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റലുള്ള ഒരേ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. വേറെ ഒരു യൂണിവേഴ്സിറ്റികൾക്കും ക്യാമ്പസിന്റെ ഉള്ളിൽ ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന. പക്ഷെ നമുക്ക് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് ഒരിക്കലും തോന്നാനായിട്ട് പോകുന്നില്ലല്ലേ. ബിക്കോസ് അതുപോലെ വളരെ നീറ്റും ക്ലീനും ആയിട്ടാണ് ഈ ഒരു ക്യാമ്പസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാണുന്നത് ഫർഗാനയിലുള്ള ഒരു ക്ലാസ് റൂം ആണ്. ഒരു ക്ലാസ്സിൽ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 18 സ്റ്റുഡൻസ് വരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുകയും ചെയ്യും. അത് കൂടാണ്ട് ഓരോ ക്ലാസ് റൂംസും ചെയ്തിരിക്കുന്നതിന് ഓരോ തീം ഉണ്ടാവും. ഇപ്പോൾ അനാട്ടമി ക്ലാസ് റൂം ആണെങ്കിൽ അനാട്ടമിയുടെ തീം ഉണ്ടാവും. ഇനി ഫിസിയോളജി ക്ലാസ് റൂംസ് ആണെങ്കിൽ ഫിസിയോളജിയുടെ തീം ഉണ്ടാവും. ദെൻ ഇത്രയേറെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതുകൂടാണ്ടുള്ള സ്റ്റാഫിന്റെ റേഷ്യോ കുറവായത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത് കോമൺ ലെക്ചേഴ്സ് നടക്കുന്ന കോൺഫറൻസ് ഹാളാണ്. ഈ ഒരു ക്യാമ്പസ് ഇത്രയേറെ സുന്ദരമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രമാത്രം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അത് കൂടാണ്ട് സ്റ്റുഡൻസിന് വേണ്ട ഫെസിലിറ്റീസിനൊക്കെ എത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത് 9th ബേസിന്റെ ക്യാമ്പസിന്റെ 2nd ഫ്ലോറിലായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇത് കൂടാണ്ട് പുറത്ത് വലിയൊരു സ്റ്റേഡിയം അവൈലബിൾ ആണ്. അവിടെയും വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ ചേരാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ അക്കാഡമി ബ്ലോക്ക്. ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു യെല്ലോ കളർ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോസ്റ്റല്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ക്യാമ്പസും ഹോസ്റ്റലും തമ്മിൽ എത്രമാത്രം നിയറസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പ്ലേ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലായിട്ട് സ്റ്റുഡൻസിന് ഇരുന്ന് കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗാലറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫെസിലിറ്റിയുടെ ബേസിൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോളേജായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ വേറൊരു കോളേജ് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ബിക്കോസ് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കോളേജാണ് ഫർഗാന. നിങ്ങൾ ഇനി മെയിൻ ക്യാമ്പസ് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ വണ്ടർ ആവും. സോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. നമ്മുടെ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഫർഗാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇഷ്യൂവേ ആകുന്നില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ മെസ് ഹോളിലോട്ടാണ് വന്നിട്ടുള്ളത്. മെസ് ഹോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിന്റെ നിയർ ആയിട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്റ്റലൊക്കെ ഫുൾ ആയിട്ട് കാണുന്നുണ്ട്, ഹോസ്റ്റൽ റൂംസ് കാണുന്നുണ്ട്, ദെൻ സ്റ്റുഡൻസിന് ഹോസ്റ്റലിൽ കൊടുത്തിരിക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെസ്സിന്റെ ഹോള് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹോളാണ്. അറ്റ് എ ടൈം അറൌണ്ട് ഒരു 150 to 200 സ്റ്റുഡൻസിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെസ് ഹോളാണ്. നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് അല്ല. ഈ ചെയർ കണ്ടിട്ട് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് റെസ്റ്റോറന്റ് ആണെന്ന്. ഇത് റെസ്റ്റോറന്റ് അല്ല, സ്റ്റുഡന്റിന്റെ മെസ് ഹോളാണ്. ഇതാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ അതിസുന്ദരമായിട്ടുള്ള മെയിൻ ക്യാമ്പസ്. ഈ ഒരു മെയിൻ ക്യാമ്പസിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് സിന്തറ്റിക് ട്രാക്ക് ഒക്കെയുള്ള വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. അതിന്റെ 4 സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ക്യാമ്പസ് വരുന്നത്. ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറീസ്, സിമുലേഷൻ സെന്റേഴ്സ്, ദെൻ ക്ലാസ് റൂംസ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോൺഫറൻസ് ഹാൾസ്, ദെൻ കഫറ്റേരിയ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓൾറെഡി ഫർഗാനയുടെ ഒരു ഫുൾ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസിനെ അലോ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും അത് കൂടാണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇവിടെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരുമുണ്ട്. സോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ക്യാമ്പസ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് പോകുന്നതേ ഇല്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിമുലേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഫർഗാനയുടെ സിമുലേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സിമുലേഷൻ സെന്റർ ആണ്. അതായത് സ്റ്റിമുലേഷൻ സെന്ററിന് തന്നെ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് തന്നെ അവൈലബിൾ ആണ്. ഇവിടെ മെസ്സില് മെയിൻ ആയിട്ടുള്ള കുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഫുഡിന്റെ കാര്യത്തിൽ വലിയ ടെൻഷന്റെ ആവശ്യമേ ഇല്ല. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തും ഇന്ത്യൻ എംബസി ആയിട്ടുള്ള റിലേഷൻ വളരെ നല്ല റിലേഷൻ ആണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കറന്റ്ലി നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയും ഈ ഉള്ളൊരു വീഡിയോയും. 2023 റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനെ ഫർഗാനയിലെ സ്റ്റുഡൻസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ് ആദ്യം നിങ്ങൾ കണ്ടത്. ഈ ഒരു വീഡിയോയിലുള്ളത് 2024 റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനെ ഇന്ത്യൻ എംബസി ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നേരിട്ട് വന്ന് കഥക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ഫംഗ്ഷനെ ഉസ്ബെക്കിസ്ഥാനിലുള്ള 3 മെയിൻ ആയിട്ടുള്ള സെന്റേഴ്സിൽ ഇന്ത്യൻ എംബസി കഥക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സെന്റർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഫർഗാനയായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ഒരേ ഒരു കോളേജും ഫർഗാനയാണ്. ഉസ്ബെക്കിസ്ഥാനിലുള്ള മറ്റ് കോളേജുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വളരെ നല്ലൊരു പ്രയോറിറ്റി ഫർഗാനയ്ക്ക് ഇന്ത്യൻ എംബസി കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ, എംബസിയുമായിട്ട് ഈ ഒരു കോളേജിന്റെ ഒഫീഷ്യൽസ് വളരെ നല്ലൊരു റിലേഷൻ ആണ് പുലർത്തുന്നത്. അങ്ങനെ നമ്മൾ തിരികെ ഹോസ്റ്റലിലോട്ട് എത്തി. ഈ കാണുന്നതാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റല്. മോർ ദാൻ 350 സ്റ്റുഡൻസിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വലിയൊരു ഹോസ്റ്റലാണിത്. ഈ ഒരു ഹോസ്റ്റല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെ ഉള്ളിൽ പോയിട്ട് റൂം, ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് കാണാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിന്റെ ഉൾവശം വരുന്നത്. സെൻട്രൽ ആയിട്ട് ഒരു കോറിഡോർ വരുന്നുണ്ട്. ദെൻ 2 സൈഡിലായിട്ടാണ് റൂംസ് വരുന്നത്. ഇവിടുത്തെ റൂംസ് ഒക്കെ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂംസ് ആണ്. ദെൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് 4 ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം, ഇവരുടെ ടോയ്ലറ്റ്സ്, ദെൻ ബാത്ത് ഏരിയ, ദെൻ ബ്രഷിംഗ് ഏരിയ, അത് കൂടാണ്ട് ഇവിടെയുള്ള ലോണ്ടറി ഫെസിലിറ്റീസ്, ദെൻ എല്ലാ ഫ്ലോറിലും അവർക്ക് കോമൺ കിച്ചൺ ഉണ്ട്. അതായത് സ്റ്റുഡൻസിന് മെസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഓൺ ആയിട്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കിച്ചൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ഷെയറിംഗ് റൂമാണ്. സോ 4 ഷെയറിംഗ് റൂമിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡന്റിന് വേണ്ടി ഉള്ളത് എന്ന് നോക്കാം. ഒരു 4 ഷെയറിംഗ് റൂമിനകത്ത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വലിയ കബോർഡ്സ് ഉണ്ട്. അതായത് അവരുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള വലിയ കബോർഡ് ഉണ്ട്. അത് കൂടാണ്ട് ഒരു 4 കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞു കബോർഡ്സ്, അതായത് സ്റ്റുഡൻസിന്റെ ബുക്സ് ഒക്കെ വെക്കാനായിട്ട്. ദെൻ എന്തുണ്ട്, വലിയൊരു ടേബിൾ ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റൂമിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ റൂം നല്ല സ്പേഷ്യസ് ആണ്. റൂമിന്റെ സ്പേസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് 2 തട്ടായിട്ടുള്ള ബെഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബെഡിനോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പില്ലോ, അത് കൂടാണ്ട് ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ റൂംസിന്റെയും ഫ്ലോറിൽ ടെയിലിന് വരെ വിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിനൈൽ ഫ്ലോറിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഫ്ലോറിൽ നിന്ന് സ്റ്റുഡൻസിന് കാലിൽ തണുപ്പടിക്കുമെന്നൊരു ടെൻഷന്റെ ആവശ്യമേ വരുന്നില്ല. അത് കൂടാണ്ട് എല്ലാ റൂമിലും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ടാവും. സ്റ്റുഡൻസിന് വേറെ സഫോക്കേഷൻ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിൻഡോയുടെ താഴെയായിട്ട് കാണുന്നതാണ് നമ്മുടെ ഹീറ്റർ. എല്ലാ റൂമിലും ഹീറ്റർ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് തണുപ്പ് കാലത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഫ്ലോറിന്റെ എൻഡ് പോർഷനിലായിട്ടാണ്. നമ്മൾ ആ ഒരു ഫ്ലോറിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇരിക്കാനായിട്ടും സാധിക്കും. എല്ലാ ഫ്ലോറിലും അവർ 2 കിച്ചൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ്സിന് വേണ്ടിയുള്ള കിച്ചൺ ആണ്. സ്റ്റാഫ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു കിച്ചൺ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ ആണ്. ബിക്കോസ് നമുക്ക് വേണ്ടതും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ. സ്റ്റാഫിന്റെ കിച്ചൺ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്. ടോട്ടലായിട്ട് എന്തുണ്ട്, നമുക്ക് 3 അടുപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ തന്നെ അറ്റ് എ ടൈം 4 സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം. അതായത് ഒരു 10-12 സ്റ്റുഡൻസിന് ഒരേ ടൈമിൽ ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് സെപ്പറേറ്റ് കബോർഡ്സ് ഉണ്ട്. ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്,
നല്ല സ്ലാബൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് വെജിറ്റബിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വാഷ് ബേസിനും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മെസ് എടുക്കുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കണമെന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിന് സെപ്പറേറ്റ് ചാർജസ് ഒന്നും തന്നെ മേടിക്കുന്നില്ല. ഇതാണ് ലോണ്ടറി ആൻഡ് ഡ്രൈയിങ് ഏരിയ. സോ സ്റ്റുഡൻസിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും അത് കൂടാണ്ട് ഡ്രൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു റൂമിലാണ്. അത് കൂടാണ്ട് ഈ ഒരു റൂമിൽ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നിനല്ല, ഈ റൂമിൽ സ്റ്റുഡൻസിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം 10ഓളം വാഷ് ബേസൻസും വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഫ്ലോറിലും റൂംസ് അവൈലബിൾ ആണ്. ദെൻ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഡ്രസ്സ് വാഷ് ചെയ്യലൊന്നും ഒരു ഹെഡ് ഏക്കിംഗ് ആയിട്ടുള്ള കാര്യമല്ല. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൂമിൽ ഹീറ്ററും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഡ്രസ്സൊക്കെ വളരെ ഈസി ആയിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ നെക്സ്റ്റ് റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ്. എല്ലാ കാര്യങ്ങളും വളരെ നീറ്റും ക്ലീൻ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഹോസ്റ്റലിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിനി പോകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാൻറ്റീനിലോട്ടാണ്. ഇത് നമ്മുടെ മെയിൻ ക്യാമ്പസിന്റെ ഉള്ളിലായിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻറ്റീനാണ്. നമുക്ക് മെസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ക്യാമ്പസിലായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ഫുഡ് മേടിച്ച് കഴിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻറ്റീൻ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെ എത്തനിക് ആയിട്ടുള്ള ഒരു കഫറ്റേരിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? പക്ഷേ ഇവിടുത്തെ ഫുഡിന്റെ കോസ്റ്റ് ഒക്കെ വളരെ വളരെ കുറവാണ്. ബിക്കോസ് ഇത് സ്റ്റുഡൻസിന് വേണ്ടി റൺ ചെയ്യുന്നതാണല്ലോ. സോ നമുക്ക് എന്തായാലും പോയിട്ട് ഇന്ന് എന്തൊക്കെ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബൊഫേ സിസ്റ്റം പോലെയാണ്. അവർ എന്തൊക്കെ ഫുഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യും, അത് ടോട്ടലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്ത് മേടിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. കറന്റ്ലി ഇന്ന് റൈസ് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കൂടാണ്ട് നൂഡിൽസ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദെൻ പുലാവ് അവൈലബിൾ ആണ്. ദെൻ ബജ്ജി ഐറ്റംസ് ഉണ്ട്. ദെൻ ഇവിടെ ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോസേജ് നന്നായിട്ട് കഴിക്കാറുണ്ട്. അത് കൂടാണ്ട് സലാഡ്സ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് ഇവർ എന്ത് ഫുഡ് കഴിച്ചാലും അതിനോടൊപ്പം വെജിറ്റബിൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും. ദെൻ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു അലാവുദ്ദീനും അൽഫിദ വളക്കിലെ പൂജയ്ക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലെമൺ ടീ ആണ്. അവിടെ ലെമൺ ടീ ഇവരുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇവർ നോർമലി എന്ത് ഫുഡിന്റെ കൂടെയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ടീ ആണ്. സോ ഫുഡിന്റെ കാര്യത്തിൽ എന്തായാലും ഇവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ മെസ്സും അത് കൂടാണ്ട് കഫറ്റേരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഫറ്റേരിയയുടെ രണ്ട് സൈഡിലായിട്ട് സ്റ്റുഡൻസിന് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തും സ്റ്റുഡൻസിന് ഫുഡ് കഴിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു അനാട്ടമിയുടെ ക്ലാസ് റൂമാണ്. നിങ്ങൾക്ക് സപ്പോസ് ഇത് കാണുന്ന സമയത്ത് തോന്നുന്നത് മേ ബി ഇത് ലാബ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ല, ക്ലാസ് റൂം തന്നെയാണ്. എല്ലാ ക്ലാസ് റൂംസിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, LED ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ക്ലാസ്സിൽ തന്നെ അവർ ഒരുക്കിയിട്ടുമുണ്ട്. സോ ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോളേജിൽ സ്റ്റുഡൻസ് ഒരു കാര്യത്തിലും വറീഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല.